ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂർ അൽഫുർഖാൻ പബ്ലിക് സ്കൂളിൽ സ്റ്റുഡൻസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. എല്ലാ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കി ആധുനിക രീതിയിലുള്ള ഇവിഎം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രായോഗികമായ രീതി കുട്ടികൾക്ക് നവ്യാനുഭവമായി. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, സ്റ്റുഡന്റ് എഡിറ്റർ, ആർട്സ് കൺവീനർ, സ്പോർട്സ് കൺവീനർ തുടങ്ങിയ 5 സ്ഥാനങ്ങളിലേക്ക് 16 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്ററി ഇലക്ഷനാണ് അൽഫുർഖാൻ പബ്ലിക് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 പോസ്റ്റുകളിലേക്കായി 16 വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ആർട്സ് കൺവീനർ, സ്പോർട്സ് കൺവീനർ, സ്റ്റുഡന്റ് എഡിറ്റർ എന്നീ പോസ്റ്റുകളാണുള്ളത്. ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്ററി ഇലക്ഷനെ കുറിച്ച് ബുക്കുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഇവിടെയുള്ളത്. ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയറിനെ കുറിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചും വോട്ട് ചെയ്യേണ്ട രീതിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. School parliamentary election for the academic year of 2024 and 25. There are 16 candidates participate in this in 5 posts. The school leader, general captain, deputy leader, student editor and arts convener. The democratic country of our India, we are learned about the parliamentary election from textbooks, but we are also going through a situation where we experience all those things. We are able to understand each and every process of election and the voting machine and the process of voting. Thank you. 5 മുതൽ 10 വരെയുള്ള 1000-ഓളം വിദ്യാർത്ഥികളാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവയർനെസ് കുട്ടികളിൽ കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടി അതിന്റെ ഓരോ സ്റ്റെപ്പും അതിന്റെ ഓരോ പ്രൊസീജിയറും കൃത്യമായി അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ഇതിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കുന്ന കുട്ടികളാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 പോസ്റ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കൃത്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. ഓരോ പ്രക്രിയയും സ്ഥാനാർത്ഥി നിർണയം, അവർക്ക് അതുപോലെ തന്നെ സിമ്പൽ അലോട്ട്മെൻറ്റ്, അത് സ്ക്രൂട്ടിനി, അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായ ഡേറ്റുകൾ, അങ്ങനെ ഇലക്ഷൻ്റെ എല്ലാ പ്രൊസീജിയറിലും എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന നിലയിൽ ടീച്ചേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൈകാര്യങ്ങളും എല്ലാ ആളുകളും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 800ഓളം കുട്ടികൾ, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ 800ഓളം കുട്ടികളാണ് ഇതിന് വോട്ടേഴ്സായി വരുന്നത്. ഈ 5 പോസ്റ്റുകളിലേക്ക് 25-ലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് പ്രിൻസിപ്പൽ ഷാജഹാൻ മുത്തേടം, ദിൽഷാദ് അലി സഖാഫി, ഫായിസ്, എം രമ്യ, പി നസീറ, കെ നിമിഷ, എം പി ഹുസ്ന, ടി സീമ, ഒ കെ മുഹ്സിന, കെ സബ്ന, കെ ജിൻഷ എന്നിവർ നേതൃത്വം നൽകി. LP വിഭാഗത്തിനായുള്ള 2ാംഘട്ട തെരഞ്ഞെടുപ്പ് ഈ മാസം 27 വ്യാഴാഴ്ച രാവിലെ നടക്കും. 2ാംഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഫലപ്രഖ്യാപനം നടത്തുക. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.